കാരുണ്യവും സ്നേഹവുമാണ് മനോധൈര്യം നഷ്ടപ്പെട്ട ഏതൊരു മനുഷ്യൻ്റെയും ആവശ്യവസ്തു എന്നുള്ളത്. തെറ്റുകാരെ അകറ്റി മാത്രം നിർത്താതെ അവരെ ചേർത്ത് പിടിച്ച് തിരുത്തുകയും ചെയ്താലോ? തിരുദൂതർ അങ്ങനെയായിരുന്നു. ഞാനൊരു സംഭവം പറയാം. ഒരിക്കൽ ഒരു ഗ്രാമീണൻ പള്ളിയിൽ വിസർജനം ചെയ്യാൻ തുടങ്ങി. അത് കണ്ട സഹാബത്ത് അവിടെ ശബ്ദമുണ്ടാക്കി. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരെ വിട്ടേക്കോ, അയാളത് ഒഴിച്ച് പൂർത്തിയാക്കിക്കൊള്ളട്ടെ എന്ന്. എന്നിട്ട് അയാളെ വിളിച്ചു വരുത്തി ഇത്രമാത്രം പറഞ്ഞു, പള്ളി നിസ്കാരത്തിനും ദിക്ർ ഖുർആൻ പാരായണത്തിനുമൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇവിടെ പാടുള്ളതല്ല എന്ന്. എന്തായാലും ആ തിരുത്തലിൻ്റെ തിരുമുഖം. ഇത് കാരണം കൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ സ്നേഹമായ ഇടപെടൽ എല്ലാം ആശ്വാസകരമാക്കി. കാരുണ്യം, സ്നേഹം, ആദരവ്, വിനയം എന്നീ തുടങ്ങിയ എല്ലാ സവിശേഷതകളും നിറഞ്ഞ ഒരു സമുദ്രമാണ് പ്രവാചകർ. ആ സമുദ്രത്തിലെ ഒരു ചെറു വഞ്ചിയിലൂടെയായിരുന്നു ഞാൻ ഈ 30 നാൾ കടന്നുപോയത്. പുതിയ യാത്രാവിശേഷമായി ഒരു വരവ് വരാം എന്ന പ്രതീക്ഷ